അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മിണ്ടാപ്രാണികളുടെ കാരുണ്യ പ്രവർത്തനത്തിന്റെ ഒരു മുഖം മനുഷ്യ മനസ്സ് മരവിച്ചു പോയ മനുഷ്യർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരാം. പ്രശസ്തനായ അബ്ദുൽ വഹാബ് നജ്ജാർ റളിയല്ലാഹു അൻഹുവിന്റെ വളരെ പ്രശസ്തമായ ഖിസസുൽ അൻബിയ എന്ന കിതാബിൽ അശ്ശൈഖ് അഹ്മദ് ഉമർ സിക്കന്ദർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു അനുഭവം ഞാൻ പറഞ്ഞു തരാം. ഒരു കൂട്ടം കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പരുന്തിനെ പിടികൂടുകയും ആ പരുന്തുമായി കളിക്കുകയും തൽഫലമായ ആ പരുന്തിന്റെ എല്ലുകൾ ഒടിയുകയും പരുന്ത് അവശയാവുകയും ചെയ്തു. അങ്ങനെ കളി കഴിഞ്ഞപ്പോൾ ആ അവശയായ പരുന്തിനെ അവർ അഹ്മദ് ഉമർ സിക്കന്ദർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടുമുറ്റത്തേക്ക് എറിഞ്ഞു. ഈ അവശയായ പരുന്തിനെ അഹ്മദ് ഉമർ സിക്കന്ദർ റളിയല്ലാഹു അൻഹുവിന്റെ മക്കൾ കാണുകയും അതിനെ ആകാശം കാണുന്ന രീതിയിൽ വീടിന്റെ മുകൾ ഭാഗത്തേക്ക് എറിയുകയും ചെയ്തു. അങ്ങനെ അവശയായ പറക്കാൻ കഴിയാത്ത പരുന്തിന്റെ അശരീരി ശബ്ദം കേട്ട് ആകാശത്തിലൂടെ പറന്നുകൊണ്ടിരുന്ന മറ്റു പരുന്തുകൾ അതിന്റെ കൊക്കിൽ ഒതുങ്ങുന്ന മാംസകഷ്ണങ്ങളും ഭക്ഷണവും എല്ലാം എടുത്ത് ഈ അവശയായ പരുന്തിന് എത്തിച്ചു കൊടുത്തു. അങ്ങനെ ആ അവശയായ പരുന്ത് കുറച്ചു കാലങ്ങൾക്ക് ശേഷം പഴയ രൂപത്തിലാവുകയും ആകാശത്തേക്ക് പറന്നുയരുകയും ചെയ്തു. ഒരു മിണ്ടാപ്രാണി മറ്റൊരു മിണ്ടാപ്രാണിയോട് കാണിച്ച കാരുണ്യ പ്രവർത്തനം അത് മനുഷ്യത്വം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നാം ഓരോരുത്തരും ഉൾക്കൊള്ളേണ്ട ഒരു വലിയ പാഠമാകുന്നു. മിണ്ടാപ്രാണികൾക്ക് ബാധ്യതകളോ ഉത്തരവാദിത്വങ്ങളോ ഇല്ല. ബാധ്യതകളും ഉത്തരവാദിത്വങ്ങളും ഏൽപ്പിക്കപ്പെട്ടത് മനുഷ്യർക്കാണ് എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. ഒരു മനുഷ്യൻ ചെയ്തിരിക്കേണ്ട ഉത്തരവാദിത്വങ്ങളിലും ബാധ്യതകളിലും 6 ഞാൻ പറഞ്ഞു തരാം. 1. ഒരു വിശ്വാസിയെ കാണുകയാണെങ്കിൽ അയാളോട് സലാം പറയലും സലാം മടക്കലും. 2. ഒരു വ്യക്തി ഈ ലോകത്ത് നിന്ന് വിട പറയുകയാണെങ്കിൽ അയാളുടെ മരണാനന്തര ചടങ്ങുകളിൽ ഏർപ്പെടലും അവിടെ സജീവമാവുകയും ചെയ്യണം. 3. ഒരു വ്യക്തി ക്ഷണിക്കുകയാണെങ്കിൽ ക്ഷണം സ്വീകരിക്കണം. 4. ഒരാൾ ഉപദേശം തേടുകയാണെങ്കിൽ അയാൾക്ക് ഉപദേശം നൽകണം. 5. ഒരു വ്യക്തി തുമ്മുകയാണെങ്കിൽ അൽഹംദുലില്ലാ എന്ന് പറയലും അത് കേൾക്കാൻ ഇടയായ വ്യക്തി യർഹമുക്കുമുല്ലാ എന്ന് പറഞ്ഞ് ദുആ ചെയ്യുകയും വേണം. 6. രോഗം ബാധിച്ച വ്യക്തിയെ സന്ദർശിക്കുകയും അയാൾക്ക് വേണ്ടി ദുആ ചെയ്യുകയും അയാളെ ആശ്വസിപ്പിക്കുകയും ചെയ്യണം. മനുഷ്യരെ നേർവഴിയിലാക്കുവാനും അവർക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കുവാനും വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലേക്ക് 1,00,000-ൽ പരം പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു പ്രവാചകന്മാർ പോലും നിയോഗിക്കപ്പെടാത്ത മിണ്ടാപ്രാണികളിൽ നിന്ന് നമുക്ക് പഠിക്കുവാനുള്ള പാഠം വളരെ വലുതാണ്. വിവേകമുണ്ട് എന്ന് അഭിമാനിക്കുന്ന മനുഷ്യരിൽ ചിലരാകട്ടെ സ്വന്തം ഇഷ്ടങ്ങൾക്ക് മുൻഗണന നൽകുകയും സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നു, മറ്റു ആളുകളെ മറന്നുകളയുകയും ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വാസ്തവമാണ്, ഇനി മനുഷ്യരെ നേർവഴിയിലേക്ക് നയിക്കുവാൻ വേണ്ടി ഒരു പ്രവാചകൻ നിയോഗിക്കപ്പെടുകയില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും നല്ല മനസ്സിന്റെ ഉടമകളാക്കി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.